ഹലോ, ഒരു ടീസ്പൂൺ ആട്ടപ്പൊടിയും പിന്നെ 1 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാകും. ചെടികളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും അതുപോലെ ഇലകളൊക്കെ നല്ല പച്ച കളറാവാനും പിന്നെ മണ്ണിൻ്റെ മൈക്രോ ഓർഗാനിസത്തിനും നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലിതേ 1 ടീസ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് തെളിഞ്ഞു വരുന്ന ആ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒന്നിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇത് അരിച്ചൊഴിക്കാം. അല്ലെങ്കിൽ ആ മുകളിൽ ആ വെള്ളം മാത്രം എടുക്കാം. ബാക്കി ആ അടിഞ്ഞു കൂടുന്ന ഈ വീറ്റിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് അവിടെ തന്നെ കിടന്നോട്ടെ. അത് നമുക്ക് ആവശ്യമില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറയെ ഉറുമ്പുകളും അതുപോലെ ഫംഗസും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതൊരിക്കലും ഇലകളിലൊന്നും അടിച്ചു കൊടുക്കരുത്, സ്പ്രേ ചെയ്തോ ഒഴിച്ചോ ഒന്നും കൊടുക്കരുത്. കാരണം ഇലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലെയർ പോലെ വരും, ഒരു പാട പോലെ ഇങ്ങനെ വരും. ഇലയുടെ മുകളിലൊക്കെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതൊരിക്കലും നല്ലതല്ല, ഇല നശിച്ചു പോവാനേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഇലയിൽ ഒഴിക്കരുത്, നമുക്ക് ചെടിയുടെ കടക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ തരത്തിലുള്ള ചെടികൾക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പൂച്ചെടികൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മുകളിൽ തെളിഞ്ഞ വെള്ളത്തിൻ്റെ പകുതിയോളം നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ആ വെള്ളം അത് കുറച്ച് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തിട്ട് ആ ഒരു കൊറ്റൻ ആ ബാക്കിയുള്ള ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വേസ്റ്റ് നമ്മൾ എടുക്കില്ല. ആ ഒരു വീറ്റിൻ്റെ വേസ്റ്റാണ് അത് അങ്ങനെ തന്നെ അവിടെ വെക്കുകയാണ്. അത് നമുക്ക് ഇതിൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രിയ ചട്ടികളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇലയൊക്കെ തിങ്ങി നിൽക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കടഭാഗം മാത്രം നോക്കി ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇലകളിലൊക്കെ ആവും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം കുറച്ചൊന്ന് ഈ ഇലകളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചെടികളുടെ ഗ്രോത്തിന് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇത് വേറൊരു രീതിയിലും കൂടി ഉപയോഗിക്കാം. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 2 ദിവസം അതൊന്ന് തണലത്ത് ഒന്ന് മാറ്റി എന്നിട്ട് അരിച്ചെടുത്തിട്ട് അത്രയും തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എഫക്റ്റാണ് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.